പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച എല്ലാവരും നമ്മളെ കർത്താവിൽ ഉണർന്നിരിക്കുന്ന സുപ്രഭാതം. എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിച്ചെടുത്ത് തുടങ്ങാം. ഈ ദിവസം അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ ഏറ്റുപറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ഇന്നത്തെ പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും ഇന്നത്തെ ആഹാരമാണ്. ശരിക്കും എനിക്ക് പണ്ടുപോലെ ഉണ്ടായിരുന്നൊരു അഭിവാഞ്ചിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 5:30 വെച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയും അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക ഔത്സുക്യത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ ഉഷസ് അങ്ങോട്ട് ആരംഭിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ അങ്ങ് പ്രസാദിക്കുകയും അങ്ങയുടെ മക്കളെ ഉത്സാഹപരിതരാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം 13-ാം തീയതി ജനുവരി തിങ്കളാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെ പോകുന്ന എല്ലാവരുടെ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ള കർത്താവെ, അങ്ങയുടെ വലിയ പ്രവചനമാണ്, അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങളിൽ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും അതാ സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ഉണർവോടെ തീഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഒരു പ്രശ്നമില്ല പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങേ ഓർക്കുവാൻ കർത്താവെ പ്രത്യേക അഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീരസമുള്ളവരുണ്ട്, വൈരാഗ്യ ബുദ്ധിയുള്ളവരുണ്ട്, ഹൃദയഭാരമുള്ളവരുണ്ട്. അവരെല്ലാം കർത്താവെ കളപ്പോട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും ഉണ്ടാക്കി തരുന്ന വലിയ ഭാരങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇതിനത് കൈകാര്യം ചെയ്യട്ടെ. ചില കാര്യങ്ങൾ എങ്ങനെ തലപ്പുകഞ്ഞ് ആലോചിച്ചിട്ടും നമുക്കൊരു എത്തും പിടിയും കിട്ടണില്ല. നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക.
അമ്മ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് നടക്കുക. അവൻ പറയണ പോലെ ജീവിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നടക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ഏതും ദൈവത്തിൽ ആശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലായിരിക്കും ഞങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവുമെന്ന്. അത് കർത്താവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, മാതാവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, ഔസേപ്പിതാവിന് കൂടുതലും ഞെരുക്കങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കണത്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്നവരമ്മേ, പരിശുദ്ധമ്മേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ നീ അനുഗ്രഹിക്കണം. തങ്ങൾക്ക് ആരുമില്ല, ആരും ഞങ്ങൾ തിരക്കണില്ല, ആരും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, ഒന്ന് വിളിച്ചു പോലും ചോദിക്കണില്ലെന്ന് വെച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നെടുത്തിട്ട് പണ്ടെടുത്ത തീരുമാനങ്ങൾ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ട് വേണ്ടായിരുന്നു. ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികയറ്റി എടുത്താണ് ഇന്നിപ്പോൾ അനുഭവിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നുണ്ട്. ഇപ്പോഴാശീർവദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ടതാണ്, കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന്. അതിനേക്കാൾ വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ? അവരെ കർത്താവ് ഇപ്പോഴാശീർവദിക്കുകയാണ്. കർത്താവ് നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അവൻ നിർലോഭമായി യേശു ക്രിസ്തുവിന് നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരുണയ്ക്ക് ഒരു പഞ്ഞവുമില്ല. കർത്താവ് നീ പറയണം, കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ. നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, കുരിശുമരണത്തെ ഓർത്തുകൊണ്ട്, തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട്, മുറുക്കിടത്തെ ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. അങ്ങനെ കർത്താവിൻ്റെ കരുണ, അർഹതയില്ലാത്ത കരുണ നിൻ്റെ മേൽ ആവശ്യിക്കുകയും നീ കർത്താവിൻ്റെ ഇപ്പോഴനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ അതിജീവിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വശക്തൻ നീക്കുവാമേ. ഔസേപ്പിതാവെന്ന അത്ഭുത മനുഷ്യനെ കുറിച്ചാണ് നമ്മളിന്ന്. കുടുംബനാഥനാണ് കേട്ടോ. എല്ലാ കുടുംബനാഥന്മാർക്കും നാഥനായിട്ടുള്ള ആളാണ്. ഈ ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണ നമ്മുടെ പൂജരാജാക്കന്മാർ, ജ്യോതിഷികൾ, ജ്ഞാനികൾ കർത്താവിനെ സന്ദർശിച്ചെത്തി, ഉണ്ണീശ്വരനെ സന്ദർശിച്ചെത്തില്ലേ? ആ പ്രത്യക്ഷീകരണ തിരുനാളിൽ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ധ്യാനചിന്തയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്, 2-ാം അധ്യായം 11-ാം വാക്യം. ഔസേപ്പിതാവിനെ കുറിച്ചാണ്. അവർ ഭവനത്തിൽ പ്രവേശിച്ച്, അവരെന്ന് പറഞ്ഞ ജ്യോതിഷികളാണ്, ജ്ഞാനികള്, കിഴക്കുനിന്ന് വന്ന രാജാക്കന്മാര്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മക്കൾ, ഇതാണ് സംഭവം. അതായത് ഇത് വായിച്ചപ്പോഴേ പൊന്ന്, മീറ, കുന്തിരിക്കൊക്കെ കൊടുത്ത് വലിയ കാഴ്ചയുമായിട്ട് അവർ പെറ്റതെറിഞ്ഞ് വന്നിരിക്കുന്നത് രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്. ഒന്നും കുറവുണ്ടാകത്തില്ല. ആദ്യം അമ്മ വിചാരിച്ചിരുന്നു, അമ്മയ്ക്ക് ആദ്യം അങ്ങനെ വിഷമമുണ്ടായിരുന്നു. ആട്ടിടയന്മാരല്ല വന്നത്, ഒരു ബന്ധവുമില്ല, സ്വന്തമില്ലാത്ത ആട്ടിടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോഴേ അങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. സ്വന്തം നാട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ, വീട്ടിലാണ് താമസിച്ചതെങ്കിൽ എത്രയോ പേര് തങ്ങളെ സന്ദർശിക്കാൻ എത്തിയെന്നൊക്കെ വിചാരിച്ചെങ്കിലും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ്. രാജാക്കന്മാരെ തന്നെ, വീട്ടുകാരെക്കാൾ ഉപരി രാജാക്കന്മാർ. ദൈവം ഒരിക്കൽ നിനക്ക് നമുക്ക് ദൈവമേ കൈവിട്ടതായിട്ട് തോന്നുകയേ ഉള്ളൂ, പക്ഷെ ദൈവം കൈവിടത്തില്ല. ഇപ്പോൾ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമ്മയ്ക്ക് ഉണ്ണീശ്വരൻ ജനനം അറിഞ്ഞ് മറ്റുള്ളവർ ആരും സമ്മാനം കൊണ്ട് വന്നില്ലെങ്കിലും സമ്മാനം കൊണ്ടുവരാൻ രാജാക്കന്മാർ ദൈവം തീരുമാനിച്ചു. എന്തൊരു എന്തൊരു സ്നേഹമാണ്, എന്തൊരു കരുതലാണ് ദൈവത്തിൻ്റെ. നമ്മുടെ കണ്ണ് ഒരു ജന്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെത്. ഇപ്പം പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവർ പുൽത്തോട്ടിലെത്തിയപ്പോഴേ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടെന്നാണ് പറയണത്. അപ്പം ഔസേപ്പിതാവിനെ കണ്ടില്ല. അവിടെ ഔസേപ്പിതാവിനെ കണ്ടില്ല. എന്താ കാര്യം? അദ്ദേഹം അപ്പോഴേ ഉണ്ണീശയ്ക്കും അമ്മയ്ക്കും വേണ്ട ആഹാരം തേടിപ്പോയിരിക്കുന്നു. അപ്പന്മാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് അമ്മയെക്കാളും ചില കാര്യങ്ങൾ ഔസേപ്പിതാവ് ഇത്തിരി കൂടി മുന്തിയ നിലവാരമല്ല, കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കാര്യം അമ്മ പുരുഷൻ്റെ ചുവട്ടിൽ നിന്ന്, അതൊക്കെ ശരിയാ. പക്ഷേ ഈശോ ഉയർത്തുന്നേപ്പ് കണ്ടു, സഭ വളരണത് കണ്ടു, ഉയരണത് കണ്ടു.
അപ്പോസ്തലന്മാർ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്ന കണ്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എത്ര നല്ല നല്ല കാഴ്ചകൾ ഹോശാന പാടി എതിരേറ്റുകൊണ്ട് വന്ന ഈശോയെ അമ്മ കണ്ടു. അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും അമ്മ കണ്ടായിരുന്നു. ഒന്നും കാണാനൊരു പാവപ്പെട്ട മനുഷ്യനെ അവസരപ്പിതാകും. സ്വപ്നങ്ങൾ മാത്രം കണ്ടു. ആ സ്വപ്നങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. എന്നിട്ട് ഈശോക്ക് 20 വയസ്സുള്ളപ്പോൾ തൻ്റെ ജോലി പൂർത്തിയാക്കി താൻ മറഞ്ഞു പോകും. എന്നോട് പറയും, എൻ്റെ മകൻ വലുതാകും, അവൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പുത്രനായി എത്തും, അതിന് മുമ്പ് ഞാൻ അവന് വഴിയൊരുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അദ്ദേഹം വിട പറഞ്ഞു പോകും. ഒരു സാന്ത്വനമോ ഒരു നന്ദിയോ ഒന്നും അനുഭവിക്കാതെ ആ ജോലി മാത്രം ചെയ്തു പോയ എത്ര അപ്പന്മാർ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ചിലപ്പോൾ അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പോയിട്ട് ഒരു ജോലിക്ക് രാത്രി വരുമ്പോൾ രാത്രി പിള്ളേർ ഉറങ്ങിയും പോകും. ചിലർ അപ്പന്മാർ കഷ്ടപ്പെടാനുള്ള എല്ലാം കഷ്ടപ്പെടുകയും, അമ്മമാർ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയും, ഞാൻ അമ്മമാരെ കൊച്ചാക്കി പറയുന്നില്ല, എന്നാലും ചില അമ്മമാർ പറയും, ഞാൻ നിന്നെ 10 മാസം നൊന്ത് പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ ക്ലെയിം പറയും. അപ്പനൊരു ക്ലെയിം പറയത്തില്ല, നിശബ്ദനായിരിക്കും. അമ്മക്കൊക്കെയാണെങ്കിൽ അവർക്ക് ആ മക്കളിലെ കുടുംബത്തിലൊക്കെ പലപ്പോഴും നിൽക്കണത്. പക്ഷെ അമ്മയോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പനോട് അവർ താല്പര്യം ഉണ്ടെങ്കിലും പേടിയാണ്, അമ്മയോടെ അവർ സംസാരിക്കത്തുള്ളൂ. പിന്നെ പെമ്മക്കൊക്കെയാണ് അപ്പനോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത്. പക്ഷെ അവരൊക്കെ ഇടിച്ചു വിട്ടിരിക്കും. അപ്പന് ആരും ഇല്ലാത്ത ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനുഷ്യൻ. അവരുടെ ആദ്യത്തെ ആളാണ് ഈശോയുടെ അപ്പൻ, ഔസേപ്പിതാവ്. ഇപ്പം എന്തെങ്കിലും തരത്തിൽ അപ്പന്മാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അവരുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണന കൊണ്ട് വന്നു പോയെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യരുത്. കാര്യം എന്താ, നിങ്ങൾക്ക് തുണയായ ഔസേപ്പിതാവുണ്ട്. ഒന്നും കൈപ്പറ്റാതെ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി പോയ മനുഷ്യൻ നിങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് സാന്ത്വനപ്പെടുത്താൻ. അപ്പം അങ്ങനെയുള്ള നല്ല മരണത്തിന് വേണ്ടി മാത്രമല്ല, നന്ദിയില്ലാത്ത ജീവിതത്തിനും നന്ദി നഷ്ടപ്പെടുന്ന ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ്. നന്ദി കിട്ടാത്ത ജീവിതത്തിനും ഔസേപ്പിതാവ് തന്നെയാണ് നമുക്ക് ഒരു മാതൃക. യേശുവിൻ്റെ കാണാൻ വരുമ്പോൾ പൂജ്യരാജാക്കന്മാർ വരുമ്പോൾ അവിടെ ലൈം ലൈറ്റിൽ വരുന്നത് അമ്മയും ഉണ്ണീശോ മാത്രമാണ്. പാവപ്പെട്ടവൻ നെടുപ്പൊരു പോലും അവിടെ ഇല്ല. ഔസേപ്പിതാവിനെ മധ്യസ്ഥം വഹിക്കുന്നവർ ആത്മശക്തിയുടെ ആൾരൂപങ്ങളെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സീറോ ബാലൻസിലെ ഒരു മനുഷ്യന് ജീവിതം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവ സംവിധാനമാണ് ഉടമ്പടി. എന്താ അങ്ങനെ പറയുന്നറിയാവോ? കഴിഞ്ഞ ദിവസം ആശ്വലി എന്ന് പറഞ്ഞ യാക്കോബ സഹോദരി, ഒരു മോളാണ്, അവൾ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ ഇവിടെയെങ്കിലും അല്ല, ശരിക്കും നീലഗിരിയിലാണ്. നീലഗിരി എന്നൊക്കെ ആ കുഞ്ഞ് ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിലേ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യണത്. അവളുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ OET-യെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്താ ചിന്തിക്കാൻ പറ്റാത്തത്? അവൾ മലയാളം മീഡിയമാണ്, അതുകൊണ്ടാണ്. അതാണ് ചിന്തിക്കാൻ പറ്റാത്തത്. മലയാളം മീഡിയം ആകുമ്പോൾ അവൾ അതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഗ്രാമറുണ്ട്, മിസ്റ്റേക്കുണ്ട്, അവർ സംസാരിക്കുന്നതനുസരിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവർക്കൊരു സ്വപ്നം രൂപപ്പെട്ട് വരും. എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈ സാക്ഷ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. ഓരോരുത്തരും രക്ഷപ്പെട്ടു വരുന്നത് എങ്ങനെയാണ്? ഈ സാക്ഷ്യം അവർ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല ജീവിതത്തിൽ, പക്ഷേ സാക്ഷ്യം അവർക്ക് സ്വപ്നങ്ങൾ നൽകുന്നു. എന്താണ്? ഇക്കാലത്തെ മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതുപോലെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കണ്ണീരും തുടക്കും, എന്നെയും കർത്താവ് ഉയർത്തും എന്ന്. അപ്പോൾ ഈ ഒന്നാമത്തെ ഉടമ്പടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറയണത് ഇത് വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന് പറയും. എനിക്കതിൻ്റെ അർത്ഥമൊന്നും ആദ്യം അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരെ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലായത് ഈ നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം ആഴമാണെന്ന്. മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം അതാണല്ലോ, മെറിറ്റ് ഇല്ലാത്തതാണല്ലോ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ അതൊരു ജീവിതമാണ്, ഒരു ജീവിത സാകല്യമാണ്. നോട്ട് ബൈ മെറിറ്റ്. ഇവിടെ എല്ലാം നഷ്ടക്കൊടാലി ആയിരിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റ് ഇല്ലെങ്കിൽ അവർ ഒന്നും അല്ലെന്നാണ് ലോകം പറയണത്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റില്ല, യോഗ്യത ഇല്ലെങ്കിൽ അവരെ എല്ലാം ആക്കാമെന്നാണ് കർത്താവ് നൽകുന്ന പ്രത്യാശ വാഗ്ദാനം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? കെറൂബുകളാണ്. കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ലക്ഷോപലക്ഷം കെറൂബുകൾ അവിടെ ചിറകടിച്ചുകൊണ്ട് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മുഴക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സുവിശേഷം പറയും, പിന്നെ എന്തുകൊണ്ടാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതാണ് വിഷയം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചാലഞ്ച് എന്താണ്? നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപയാണല്ലോ. ഈ കൃപയാണ് ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത്. ഇറ്റ് ഇസ് നോട്ട് ബ്ലെസ്സിങ്. എപ്പോഴും പറയാം അല്ലേ, അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് അല്ല, ഒരു അനുഗ്രഹമല്ല ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. പിന്നെ എന്താണ്? കൃപ. ദ പവർ ഓഫ് ഗോഡ്. ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യിപ്പിക്കുന്നത്? അതാണ് പ്രക്രിയയാണ് ഉടമ്പടിയിലുള്ള അഭ്യാസങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അത് Ephesians 2:8 എൻ്റെ ബേസിക് വേർഡ്. ഓരോ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിത് ആവർത്തിക്കും, കാര്യം ഇതിൻ്റെ ഫൗണ്ടേഷനാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. കൃപ കൊണ്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഉന്നം വെക്കണത്? കൃപയല്ലേ. കൃപയെ ഉന്നം വെക്കുമ്പോൾ നമ്മൾ അറിയണം ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? കൃപ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ശക്തിയുടെ ഇഫക്റ്റാണ് അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇഫക്റ്റ് അല്ല വേണ്ടത്, നമുക്ക് അത് അനുഗ്രഹം തന്നെ, കൃപ തന്നെയാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് നമുക്ക്, അതാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ബ്രദർ എന്താ പാടിയത്? ബലഹീനതയിൽ പാടിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. 2 Corinthians 12:9. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് ബലം. ഈ ബലം എങ്ങനെ നമുക്ക് ലഭിക്കണത്? നമ്മുടെ ബലഹീനതയാണ് എൻ്റെ ആസ്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഈ സുവിശേഷം ലോകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ സുവിശേഷത്തിലെ ആസ്തി ബലമല്ല, ലോകത്തിലെ ആസ്തി ബലമാണ്. ലോകത്തിലെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? പണം, അല്ല ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം. ആസ്തി ഭദ്രത, ബലം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം ആസ്തി ഭദ്രതയാണ്. പക്ഷേ സുവിശേഷത്തിലെ ആത്മീയതയിൽ വരുമ്പോൾ എന്താ പറയണത്? നമ്മുടെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് ബലമല്ല, ബലഹീനതയാണ്, ഡീമെരിറ്റ്സുകളാണ്. ഈ ഡീമെരിറ്റ്സ്, അയോഗ്യതകളെ ഇത്രയും അഭിഷേകമാക്കി മാറ്റുന്ന ഏറ്റവും സൂപ്പർ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടിത് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ യുദാസ് പുരാൻ്റെ പെട്ടിക്കൊണ്ടുപോയി അപേക്ഷകത്തിടുന്ന പോലെ വരും സംഭവം. അപ്പോൾ എന്താ സംഭവിക്കണം? നമ്മുടെ ബലഹീനത ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ ട്രേസ് ഔട്ട് ചെയ്യണം. എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ഓരോ ബലഹീനതയും ദൈവത്തിൻ്റെ വാതിലാണ്. നിൻ്റെ ബലഹീനത എന്താണ്? പണപരമായ ബലഹീനത ഉണ്ട്. ഇപ്പോൾ ആഷിലി എന്താ പറയണത്? അവളുടെ ബലഹീനത എന്താണ്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, അതാണ് സംഭവം, അതാണ് അവളുടെ ബലഹീനത. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആശിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. എനിക്ക് ഇവിടം വരെ നീലഗിരിന്ന ഒരൊറ്റക്ക് വരണ്ടേ ഇവിടം വരെ. അപ്പോൾ ആ കസിൻ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിയണത്. പക്ഷേ അറിഞ്ഞ ഉടനെ അവൾക്ക് അഭിഷേകം കിട്ടി. എന്താണ്? ഇത് നിൻ്റെ സ്ഥലമാണ്, നീ വന്ന് എത്തേണ്ട സ്ഥലമാണ്. അത് എപ്പോഴും ഓർക്കണം. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഓർക്കണം, ഓൺലൈൻ എന്നെ കേൾക്കുന്നവർ ഓർക്കണം. നിങ്ങൾ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തിനാ അച്ഛൻ ഇങ്ങനെ കേസ് സ്റ്റഡി എടുക്കണത്? കേസ് സ്റ്റഡി ഇപ്പോഴത്തെ പ്രസൻറ്റ് കേസ് സ്റ്റഡിയിൽ എടുക്കണം. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ആ ആഴ്ചയിലെ സാക്ഷ്യ വിചാരണങ്ങളാണ് ചെയ്യണത്. ആ സാക്ഷ്യ വിചാരണത്തെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗങ്ങളാണ് നിങ്ങൾക്കത് ഒരു മെത്തേഡ്, ഒരു മോഡലായി മാറും. നിങ്ങൾ കരകയറാൻ വേണ്ടിയൊരു മോഡലാണ് അച്ഛൻ നിങ്ങൾക്ക് തരണത്. കണ്ടല്ലേ? ഇപ്പോൾ ആഷ്ലി എന്താ ചെയ്യണത്? ഇവിടെ ബലഹീനത, ദൈവത്തിൻ്റെ പവർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ബലഹീനത ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണം നോക്കണം. വെച്ചാൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇനി എൻ്റെ കയ്യിലല്ല ഇരിക്കണത്, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അവൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? മലയാളം മീഡിയമാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആൾക്കാർ പോലും 3 പ്രാവശ്യമൊക്കെ ഒയിറ്റ് എഴുതുന്നത്. അതാണ് അത് വ്യത്യാസം. ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കണം. കാര്യം മൊഡ്യൂൾസിന് എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ ഹൈ 5 ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ അവർ കർവ് ചെയ്യായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർ പോലും ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒയിറ്റ് എഴുതുമ്പോഴാണ് എല്ലാ മൊഡ്യൂൾസൊക്കെ ഒത്തുവരണത്. അപ്പോൾ ആ സമയത്ത് മലയാളം മീഡിയത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ.
പക്ഷേ അവൾക്ക് എന്തുകൊണ്ട് കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളപ്പോൾ അവളുടെ മനസ്സിരിക്കുന്നത് എന്താണ്? അവളുടെ ബലഹീനതയെ ബലം പ്രാപിക്കാനുള്ള ഒരു പാത്രമാണ്, അവസ്ഥയാണ്. നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്താ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുറവ്, ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ കുറവാണ്. ചിലപ്പോൾ പണപരമായ കുറവായിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസ കുറവായിരിക്കാം, ആരോഗ്യമായ കുറവായിരിക്കാം. ഇപ്പോൾ ഞാനൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യമായ കുറവിലല്ലേ? ആരോഗ്യമായ കുറവിൽ 4 രോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സെക്യൂനായാലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ 4 രോഗങ്ങളുണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതെല്ലാം ഈ ബലം പ്രാപിക്കാനുള്ള ഒരു വിഷയമായിട്ട് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സൗഖ്യപ്പെടണമെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ആഗ്രഹം മറിച്ചാണെങ്കിൽ നമുക്ക് തിരിച്ചാഗ്രഹിക്കാൻ പറ്റുമോ? കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ബൈബിൾ എന്താ പറയുന്നത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാണ് അല്ലെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ജ്ഞാനമുള്ളവർ ഒരിക്കലും ഈ ബലഹീനത ഓർത്തുകൊണ്ട് സ്തുതിക്കുകയുള്ളൂ. അതാണ് പൗലോസ് ചെയ്യണത്. ഞാൻ എൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ആരാധന ഹല്ലേലൂയ 2 കൊരിന്തോസ് 12:9 ഇത് രണ്ടാമത്തെ ബേസിക് വേർഡാണ് ഉടമ്പടിയുടെ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അടുത്ത വായിച്ചോ. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതാണ് വിഷയം. ഇപ്പം എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് വന്നാൽ അത് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഭാഗമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡീമെറിറ്റ്സ് വന്നാൽ, ഇപ്പം സൗന്ദര്യക്കുറവ് വന്ന്, ആരോഗ്യക്കുറവ് വന്ന്, സാമ്പത്തിക കുറവ് വന്ന്, വിദ്യാഭ്യാസക്കുറവ് വന്ന്, അല്ലെങ്കിൽ നിന്നെ തിരക്കാനോ നോക്കാനോ അന്വേഷിക്കാനോ നിൻ്റെ കല്യാണം ആലോചിക്കാനോ വേണ്ടപ്പെട്ട ആൾക്കാരില്ലായ്മ വന്നു, അവർ മരിച്ചു പോകുകയെല്ലാം ചെയ്ത്, എൻ്റെ മക്കളെ ആരെയും കണ്ടുകൊണ്ടല്ല ആരെയും സൃഷ്ടിച്ചിരിക്കണത്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് നോൺസെൻസ് വേർഡ്. മരിച്ചുപോയി ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡീപ്പോർട്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ്, യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ നിങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ആക്ച്വലി യു ആർ ഡൂയിങ്? യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കൈ ഇടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഈശോ എക്സ്ട്രാക്ഷൻ എപ്പോഴും പ്രശ്നമാണ്. എക്സ്ട്രാക്ഷൻ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർ, ചില മൂത്ത മക്കൾ വീട്ടിൽ കയറാതെ നടക്കും. അവർക്കെല്ലാം കഴിച്ച് സെറ്റിൽഡായി. അവർ പറഞ്ഞു ഭാഗ ഉടമ്പടി അവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മക്കൾ വേറെ ഉള്ളത് കാരണം അപ്പം സ്ഥലം കൊടുക്കണില്ല. 2 മക്കൾ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കണില്ല. ഒരു മകളെ കെട്ടിച്ചിട്ടുമില്ല, അതുകൊണ്ട് അപ്പം കൊടുക്കണില്ല. അപ്പം മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. കശ്മി മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. അവൻ്റെ ശമ്പളം കൊണ്ടാണ് അമ്മയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണത്. ഇപ്പോൾ അവൻ അതിൻ്റെ വകുപ്പിൽ ചോദിച്ചിരിക്കുകയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? അവൻ്റെ ഭാഗ ഉടമ്പടിയിൽ അവൻ്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സ്ഥലം അവന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുധാരണ, എല്ലാവർക്കൊക്കെ ജോലി കിട്ടിയിട്ട് അവസാനമാണ് അപ്പൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവനത് കൊടുക്കാത്ത കൊണ്ട് ഇപ്പോൾ അവൻ വീട്ടിൽ കയറണില്ല. വീട്ടിൽ കയറുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ശമ്പളം കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാമല്ലോ. മനസ്സിലായില്ല? ഞാനിങ്ങനെ മാറി നിന്നാൽ, നിങ്ങൾ ഓർക്കുക, ഓരോ മനുഷ്യന്മാരും കർത്താവ് ഒരു വാക്ക് വല്ലാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. 10:23 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:23 വായിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 9-ാം തിരുവചനം. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. പറഞ്ഞ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പനെ എൻ്റെ അപ്പാന്ന് വിളിക്കണം, അതല്ല ഉദ്ദേശം. അതായത് അപ്പൻ എന്ന് പറയുന്നത് ആരാണ്? എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആളാണ് അല്ലേ? ഈ പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ട്. അതാണ് വിഷയം.
പരിപാലകന്മാരുടെ അപ്പൻ്റെ സ്ഥാനത്ത് പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി പേര് വീട്ടിലുണ്ടാകും. ഇവരെയൊക്കെ നിങ്ങൾ വല്ലാതെ അങ്ങ് ആദരിച്ചു. അവനെ പിണക്കരുത് കേട്ടാ, അവന് ടച്ച് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അവനെ പിണക്കരുത് കേട്ടാ, ഇവനെ പിണക്കരുത് കേട്ടാ. ഇങ്ങനെ ഈ ചില മരുമക്കൾ വീട്ടിൽ വരുമ്പോൾ അമ്മായിയമ്മ വരെ ഒച്ചാൻസിക്കാൻ കണ്ടിട്ടില്ലേ? എന്താണ്? അവൻ്റെ കാഴ്ച കൊണ്ടാണ് ചിട്ടിയൊക്കെ ജാമ്യത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമില്ലാത്ത മേൽക്കൈ വീടുകളിൽ കിട്ടും. ഇവരെല്ലാം അപ്പൻ്റെ സ്ഥാനം അപഹരിക്കും. അതാണ് വിഷയം. അപ്പൻ്റെ സ്ഥാനം അപഹരിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് നോട്ട് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു എനിബഡി ഇൻ യുവർ ലൈഫ്. അത് എക്സ്ട്രാക്ഷനാണിത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ആ കുടുംബത്തിൽ സ്ഥാനമില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ ഏതെങ്കിലും കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നീ ദൈവത്തെക്കാൾ ഏറെ ആർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Catch it. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ പ്രശ്നം എന്ന് പറയുക, ക്രിസ്തുവിൻ്റെ പവർ ഓഫ് ഗോഡിൽ ഡൗൺലോഡ് ചെയ്യണതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പരിസര ഒരുക്കമുണ്ടല്ലോ. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി വരുന്നതിന് മുമ്പ് ഒരു പരിസര ഒരുക്കമുണ്ട്. അതിലൊന്ന്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ ഭയപ്പെടുന്ന ആളാണ് നിൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:5. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. വചനം ഒന്നിന് വായിച്ചേ. ലൂക്ക 12:5. 12:5. ലൂക്ക 12:5. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്നാണ്. ദൈവത്തെ ഭയപ്പെടാതെ വേറെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരമുള്ള ശക്തി ധരിക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായില്ലേ? വി ആർ മെഡിറ്റേറ്റിംഗ് അബൌട്ട് ദ ഡൗൺലോഡിങ് ഓഫ് ദി പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തി ആവശ്യിക്കുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഉള്ളത്. ഉടമ്പടി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ശക്തി ആവശ്യിക്കുന്നതിൻ്റെ തടസ്സം എന്താണ്? നമ്മുടെ ഭയപ്പാടുകളാണ്. നമ്മൾ ആർക്കോ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത് പരിപാലകൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ കാണുന്നു. അവിടെയാണ് അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചിരിക്കണം, നമ്മൾ അറിയുന്നില്ല. പിന്നെ നമ്മൾ അത് നമ്മുടെ ആന്തരികമായ മനസ്സിൽ വേറെ എന്തിനോ ഭയപ്പെടുന്നു. പക്ഷേ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ആർക്കാണ് കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്? അത് നീ ചിന്തിക്കുക. അപ്പോൾ അത് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള വിഷയം എലിമിനേറ്റ് ചെയ്യണം, വിട്ടുപോരാനാണ് ബൈബിൾ പറയണത്. അത് ബൈബിള് വളരെ കർക്കശമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ അവരെ വിട്ടുപോരണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യസ് 6:17. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യസ് 6:17. 2 കൊരിന്ത്യസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ 2 കൊരിന്ത്യസ് 6:17-18 വചനത്തോടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23:9 ലിങ്ക് ചെയ്യേണ്ടത്. എന്താ സംഭവം? മത്തായി 23:9 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപകരിച്ചുകൊണ്ട് അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്.
അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ്ട് ഒലിച്ചു പോകുന്നതാണ് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരെ കണക്ട് ചെയ്താണ് നിങ്ങളുടെ ജീവിതം പോണത്. ദിസ് ഈസ് സ്പിരിച്വലി നോൺ സെൻസ്. ഇത് വെരി സീരിയസ് വിഷയമാണിത്. നിങ്ങളിൽ ചില ആൾക്കാർക്ക് കൃപ ഡൗൺലോഡ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴേ കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? 2 Corinthians 12:10 എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. 2 Corinthians 12:10 ഒന്നൊരു വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 Corinthians 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ അതായത് എന്താ പ്രശ്നത്തില്ല, അതൊക്കെ മുമ്പൊരു വചനം ഉണ്ടായിരുന്നു. 9 ക്രിസ്തുവിന്റെ ശക്തി ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതായത് ഈ വേടിലെല്ലാം ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയിരുന്നു. അതായത് കർത്താവിന്റെ ശക്തി പൂർണ്ണമായി, ആ വാക്ക് വായിച്ചേ, ട്രേസ് ഔട്ട് ചെയ്ത് വായിക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 Corinthians 12:9 നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതാണ് സംഭവം. പൂർണ്ണമായി എൻ്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നല്ല എഴുതിയിരിക്കണത്. എൻ്റെ ശക്തി പൂർണ്ണമായി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പല ശക്തിയിൽ അപൂർണതയുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ദൈവത്തിന് ശക്തി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇത്തരം സാക്ഷിയാൾക്കാർ പറയത്തില്ലല്ലോ. പക്ഷെ പലയിടത്തും അപൂർണത വരാൻ കാരണം ഈ ദൈവത്തിൻ്റെ കസേര കയറി ചില ഏടാകൂടങ്ങൾ അപ്പൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ലവറായിരിക്കും. അവൻ ചിലപ്പോൾ നിന്നോട് പറയും, നീ ഒന്നും ഉടമ്പെടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ പോകത്തില്ലല്ലോ. നീ ഇവിടെ എടുത്തേച്ച് നിൻ്റെ പെണ്ണ് പോയി, ഇപ്പോൾ നിങ്ങൾ 10% നാളെ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ട് കണക്ഷൻ പോകും. അപ്പോൾ നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഇടപാടുകളെ ആരാണ് റിമോട്ട് കൺട്രോൾ ചെയ്യണത്? അദൃശ്യ ശക്തിയാണ്. പൈശാചികമായ അദൃശ്യ ശക്തികൾ മനുഷ്യനെ കെട്ടിയിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അളിയനായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന മരുമകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിയുള്ള ആളായിരിക്കാം. ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഞാനാണെന്ന് മീശ പിരിക്കണത് ആരായാലും ശരി, അപ്പൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അയാളുടെ ആജ്ഞാവർത്തികളും അടിമകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. മനസ്സിലായ? അടിമകളാണെങ്കിൽ ഒരിക്കലും അവർ വീട്ടിൽ വസിക്കണില്ല. അതാണ് വിഷയം. നിങ്ങൾ അടിമകളാണോ, ആരുടെയെങ്കിലും അടിമകളാണോ എങ്കിൽ അവരെ വിട്ട് പോരേണ്ടി വരും. അടിമകളാണോ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും യജമാനന്മാരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.